കരൂർ ദുരന്തത്തിന് ശേഷം നടൻ വിജയ് വീണ്ടും രാഷ്ട്രീയ വേദിയിൽ. കാഞ്ചീപുരത്ത് തമിഴക വെട്രിക്കഴകം പാർട്ടിയുടെ പരിപാടിയിലാണ് വിജയ് പങ്കെടുത്തത്. സ്റ്റാലിൻ സർക്കാരിനും DMK-ക്കും എതിരെ വിജയ് രൂക്ഷ വിമർശനം ഉന്നയിച്ചു. സ്റ്റാലിൻ TVK-യോട് വ്യക്തിവിരോധം തീർക്കുകയാണെന്നായിരുന്നു വിജയുടെ ആരോപണം. പാർട്ടി പ്രവർത്തകർക്ക് ഇരിക്കാൻ കസേര ഉൾപ്പെടെ ഒരുക്കിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. കരൂരിൽ വിജയെ കാണാനുണ്ടായ തിക്കിലും തിരക്കിലും 41 പേർ മരിച്ചത് വലിയ വിമർശനത്തിന് വഴിവെച്ചിരുന്നു. தனிப்பட்ட முறையில் எங்களுக்கும் அவங்களுக்கும் எந்த பிரச்சனையும் கிடையாதுங்க. எந்த வாய்க்கா வரப்பு தகராறுலாம் எதுவுமே கிடையாதுங்க. அப்படியே இருந்தாலும் அது நம்ம கண்டுக்கவே போறது இல்லைங்க. தனிப்பட்ட முறையில் அவங்களுக்கு வேணா நம்ம மேல வன்மத்தோட இருக்கலாங்க. ஆனா நாமெல்லாம் அப்படி கிடையவே கிடையாதுங்க. ஆனா உங்களை என்ன நம்ம எல்லாரையும் பொய் சொல்லி நம்ப வச்சு ஓட்டு போட வச்சு ஏமாத்தினாங்கல்ல, அப்படி ஏமாத்தி ஆட்சிக்கு வந்து நல்லது செய்யற மாதிரி நடிக்கிறாங்கல்ல, நாடகம் ஆடுறாங்கல்ல, அவங்கள எப்படி நம்ம கேள்வி கேட்காம இருக்க முடியும்? அதனால அவங்கள நம்ம கேள்வி கேட்காம விட போறதே இல்லை. இதையே நான் காஞ்சிபுரம் மாவட்டத்தில் இருந்து நான் சொல்றேன்னா, தெரிஞ்சோ தெரியாமலோ இந்த மாவட்டத்துக்கும் நமக்கும் ஆட்டோமேட்டிக்காவே ஒரு கனெக்ஷன் ஒன்று ஏற்படுதுங்க. ஏன்னா நம்மளுடைய முதல் கள பயணத்தை தொடங்கினதே பரந்தூர்ல இருந்து தான். பரந்தூருக்கு போய் அந்த மண்ணில் நின்று அந்த மக்களுக்காக கேள்வி கேட்டதும் இதே அண்ணா அவர்கள் பிறந்த காஞ்சிபுரம் மாவட்டம் தான். ഇപ്പോൾ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ ഇന്ന് ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, ഇപ്പോൾ കരൂർ ദുരന്തത്തിന് ശേഷം ആദ്യമായാണ് വിജയ് ഒരു രാഷ്ട്രീയ വേദിയിലെത്തിയിരിക്കുന്നത്. സ്റ്റാലിനെതിരെയും അതിരൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ വിജയ് ഉന്നയിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും അതിശക്തമായ വിമർശനം DMK-ക്ക് നേരെ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ടാം രാഷ്ട്രീയ രംഗപ്രവേശനം എന്നൊക്കെ നമുക്ക് പറയാവുന്ന രീതിയിലുള്ളൊരു നീക്കം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഇത്തരത്തിൽ കരൂരിൽ വലിയൊരു ദുരന്തമുണ്ടായതിനു ശേഷം 41ഓളം പേർ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതിനു ശേഷം ആദ്യമായാണ് ഒരു രാഷ്ട്രീയ വേദിയിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നത്. ആ പ്രത്യക്ഷപ്പെട്ട വേളയിൽ തന്നെ വളരെ കൃത്യമായ നടപടികൾ, അതായത് കൃത്യമായ രാഷ്ട്രീയ നിലപാട് അല്ലെങ്കിൽ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് തുടക്കം കുറിക്കുക എന്നൊരു നീക്കം തന്നെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിപാടി തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായെന്നതാണ് ഈ വാക്കുകളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏത് രാഷ്ട്രീയമാണ് നിങ്ങൾ പറയുന്നത് എന്നാണ് DMK ചോദിക്കുന്നത്. ആ ചോദ്യത്തിനുള്ള മറുപടി, തങ്ങൾ പറയുന്ന രാഷ്ട്രീയം തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും കാണാൻ സാധിക്കും. തങ്ങൾ കാസ്റ്റ് ബേസ്ഡ്, അതായത് ജാതി അടിസ്ഥാനപ്പെടുത്തിയുള്ള സെൻസസിന് വേണ്ടിയും വഖഫ് നിയമത്തിനെതിരെയും തങ്ങൾ സുപ്രീം കോടതിയെ സമീപിച്ചു. അതുപോലെ തന്നെ മറ്റു ചില നീക്കങ്ങൾക്കും എതിരെ കൃത്യമായ CAA-ക്കെതിരെ തങ്ങൾ നടപടി സ്വീകരിച്ചു. ഇതൊക്കെ തന്നെയാണ് തങ്ങളുടെ രാഷ്ട്രീയമെന്നാണ് ഇപ്പോൾ വിജയ് പറയുകയും ചെയ്തത്. തീർച്ചയായും ആ രാഷ്ട്രീയത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്ന പല ഘടകങ്ങളുമുണ്ട് എന്നത് മറ്റൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ DMK അഴിമതി നിറഞ്ഞൊരു പ്രസ്ഥാനമാണെന്നും ഈ DMK ഒരു 75 വയസ്സായ കുട്ടിയെപ്പോലെ പെരുമാറുന്നു എന്ന രീതിയിലുള്ള പരിഹാസം നിറഞ്ഞ DMK-ക്കെതിരായ നിലപാടുകളും സ്റ്റാലിനെതിരായ രൂക്ഷ വിമർശനവും തന്നെയാണ് ഉയർത്തുകയും ചെയ്തത്. അഴിമതി തുടർന്നുകൊണ്ടിരിക്കുന്ന DMK അഴിമതി തുടരുന്നതിനെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. പക്ഷേ DMK രാഷ്ട്രീയ വൈരാഗ്യം നിലനിർത്തുന്ന, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനപ്പുറം വൈരാഗ്യം കൊണ്ടു നടക്കുന്ന ഒരു പാർട്ടിയാണ്. പക്ഷേ അത്തരത്തിലൊരു വൈരാഗ്യം നമ്മൾ കൊണ്ടു നടക്കുന്നില്ല എന്നും അദ്ദേഹം കൃത്യമായി പറയുകയും ചെയ്തു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാഞ്ചീപുരത്ത് നടന്ന പരിപാടിയിൽ കൃത്യമായ ഒരു മോബ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ക്രൗഡ് മാനേജ്മെൻറ്റ് നടത്തിയിരുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. കൃത്യമായ ആ ഓഡിറ്റോറിയത്തിൽ കൃത്യമായ എണ്ണം ആളുകളും അവരുടെ കൃത്യമായ QR കോഡുകൾ ഉൾപ്പെടെ സംവിധാനം ഒരുക്കിക്കൊണ്ട് കൃത്യമായ റെഗുലേഷനിലൂടെ തന്നെയാണ് ആളുകളെ പ്രവേശിപ്പിക്കുകയും ചെയ്തത് എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. ഇത് നേരത്തെ നമ്മൾ കണ്ടത് എന്താണോ വലിയ രീതിയിലുള്ളൊരു ദുരന്തത്തിലേക്ക് നയിച്ചത്, ആ ദുരന്തത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രശ്നം തങ്ങൾ ഇനി ഉണ്ടാക്കുന്നില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു നീക്കം കൂടിയായിരുന്നു ഇത്തരം നടപടിയിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ചതെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വ്യക്തമാണ്. ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്.